സ്നേഹവും സാഹോദര്യവുമാണ് ഈ ലോകത്തിലെ ഏറ്റവും മലീമസമായിട്ടുള്ള പ്രതിഭാസങ്ങളെന്നും ലോക സമൂഹത്തിൽ തന്നെ സ്നേഹമില്ലായ്മയും സാഹോദര്യമില്ലായ്മയും ക്രമാതീതമായി വർദ്ധിക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്ന വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സിനെ മുഴുവൻ സ്നേഹമില്ലായ്മ മലിനപ്പെടുത്തുന്നുണ്ട്. സാഹോദര്യമില്ലായ്മ അവരെ അധാർമികതയിലേക്ക് നയിക്കുന്നുമുണ്ട്. ആ സ്നേഹമില്ലായ്മയും സാഹോദര്യമില്ലായ്മയും മനുഷ്യനെ സുരക്ഷിതത്വമില്ലാത്ത ഒരു വേദിയിലേക്ക് ആനയിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും മനുഷ്യന് വേണ്ടത് സുരക്ഷിതത്വ ബോധമാണ്, സ്വാതന്ത്ര്യബോധമാണ്. സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു പരിപൂർണ മനുഷ്യന് സിദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. പാരതന്ത്ര്യം അതിൻ്റെ പരമകാഷ്ഠയിലെത്തുമ്പോൾ മനുഷ്യന് സ്വാഭാവികമായിട്ടും സ്വാർത്ഥതയും അധികാരപ്രമത്തതയും എല്ലാം വർദ്ധിക്കുന്നു. ആ പാരതന്ത്ര്യത്തിൻ്റെ ഫലമാണ് മനുഷ്യൻ ഏറ്റവും ഹീനമായ രീതിയിലുള്ള പ്രവൃത്തികളിലേക്ക് നയിക്കുന്നത്. സ്വാതന്ത്ര്യം എപ്പോഴും കടന്നു വരിക സ്നേഹത്തിലൂടെയാണ്, പരിപൂർണമായിട്ടുള്ള ധാരണയിലൂടെയാണ്, മനുഷ്യനെ പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെയാണ്. ഇന്നത്തെ വിദ്യാർത്ഥികളും ഇന്നത്തെ യുവാക്കളുമാണ് നാളത്തെ രാഷ്ട്രത്തിനെ പടുത്തുയർത്തേണ്ടത്. യൗവനമാണ് രാഷ്ട്രത്തിൻ്റെ അണയാത്ത ജ്വാല. ആ യൗവനമെന്ന് പറയുന്നത് തീഷ്ണമായ സർഗാത്മകതയാണ്, സക്രിയമായ പ്രവർത്തനങ്ങളാണ്, സൃഷ്ടിപരമായ ചിന്തകളാണ്. ആ സൃഷ്ടിപരമായ ചിന്തകളും പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികളുടെ ഇടയിലേക്കും യുവതീ യുവാക്കളുടെ ഇടയിലേക്കും കടന്നു വരണമെങ്കിൽ അവന് സ്നേഹം ലഭിക്കണം, സ്വാതന്ത്ര്യബോധം വേണം. പരാശ്രയം കൂടാതെ തൻ്റെ ജീവിതത്തിൻ്റെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സാഹചര്യം ഉണ്ടാകണം. അവനവനെക്കുറിച്ചുള്ളൊരു ബോധം വേണം, സമൂഹത്തിനെക്കുറിച്ചുള്ളൊരു ബോധം വേണം. കലാലയങ്ങളിലാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള ബോധം വേണം. അവർ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെക്കുറിച്ചുള്ള അറിവ് വേണം. അധ്യാപകന്മാർക്കും വിദ്യാർത്ഥികളെക്കുറിച്ച് വളരെ സമഗ്രമായ ധാരണ വേണം. ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠിക്കേണ്ട വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരാൾ മാത്രമല്ല. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറയും, എ ടീച്ചർ എഫക്ട്സ് എറ്റേണിറ്റി, നോബഡി നോസ് ഹിസ് ഓർ ഹെർ ലിമിറ്റ്സ്. ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ ആ ജീവിതത്തിൻ്റെ സർഗാത്മകമായ ഫലം അനന്തമാണ്. ഒരു അധ്യാപകന് പരിധികളില്ല, പരിമിതികളില്ല അവൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ. അത്രമാത്രം പൂർണ്ണമായിട്ടുള്ളൊരു അധ്യാപകനാണ് ഡോക്ടർ രാധാകൃഷ്ണനെ പോലെയുള്ള വിദ്യാഭ്യാസ വിശാരദന്മാർ അവരുടെ കാഴ്ചപ്പാടിൽ കണ്ടത്. വിദ്യാർത്ഥിയെ പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, അവന് സ്നേഹം കൊടുത്ത് സാഹോദര്യഭാവം അവനിലുണ്ടാക്കി അവനെയോ അവളെയോ അവർക്ക് തന്നെ ജീവിതത്തിലുടനീളം അറിയാവുന്ന തരത്തിലുള്ളൊരു മാനസിക നിലയിലേക്ക് വളർത്തി വിദ്യാർത്ഥികളുടെ മനസ്സ് വളർത്തുന്നതാണ് അധ്യാപകൻ്റെ പ്രാഥമികമായിട്ടുള്ള കടമ. പക്ഷെ ഇന്ന് ഈ ലോകത്തിൽ അത്തരത്തിലുള്ള പ്രക്രിയകൾ സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അധ്യാപക സമൂഹവും വിരളമാണ്. ചുരുക്കം ചില അധ്യാപകന്മാരത് ചെയ്യുന്നുണ്ടാകാം, ഇല്ലയെന്നാരും പറയുന്നില്ല. പക്ഷെ സുരക്ഷിതത്വമില്ലാത്തൊരു സമൂഹത്തിൽ മിക്കവാറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാനേജ്മെൻറ്റുകളുടെയും മത ആധിപതികളുടെയും മൂലധന ശക്തികളുടെയും കീഴിൽ അമർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാലയത്തിൻ്റെ ഉള്ളിൽ വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും സൃഷ്ടിപരമായ വൈഭവങ്ങളും പ്രകടിപ്പിക്കാൻ പലതരത്തിലുള്ള പരിമിതികളുണ്ടാകുന്നു, സ്വാതന്ത്ര്യമില്ലായ്മയുണ്ടാകുന്നു. മതപരമായിട്ടുള്ള വീക്ഷണങ്ങളുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നു.
മാനേജ്മെൻറ്റിൻ്റെ കർശനമായ നിയമങ്ങളുണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായി വിദ്യാർത്ഥി അവൻ്റെ സർഗാത്മകതയെ പരിപൂർണമായിട്ട് പഠിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വരുന്നു. പുറത്തേക്ക് വന്നാലും സമൂഹത്തിലുണ്ടായിട്ടുള്ള സാഹോദര്യമില്ലായ്മയും അസഹിഷ്ണുതയും മനുഷ്യന്മാർ തമ്മിലുള്ള കിടമത്സരങ്ങളുമെല്ലാം ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും വിദ്യാർത്ഥിനികളുടെ മനസ്സിലേക്ക് ഒരു സർഗാത്മകമായ രീതിയിലല്ല സ്വാധീനിക്കുന്നത്, അത് ദോഷകരമായ രീതിയിൽ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ചൊരു അനിശ്ചിതത്വം വരുന്നു. ആ അനിശ്ചിതത്വ ബോധത്തിൻ്റെ ഫലമായിട്ട് അവൻ്റെ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുന്നു. പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് ചിലപ്പോൾ വിദ്യാർത്ഥിനികൾ അടിമപ്പെടുന്നുണ്ട്. പക്ഷെ അതൊരു വിദ്യാർത്ഥിനിയോ മാത്രമല്ല അതിൻ്റെ ഉത്തരവാദി, സമൂഹം മുഴുവനുമാണ്. രക്ഷിതാക്കന്മാരാണ്, അധ്യാപകന്മാർക്കും അതിൽ പങ്കുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകന്മാർ കുട്ടികളുടെ രക്ഷിതാക്കന്മാരാണ്. അവർക്ക് വാത്സല്യം, സ്നേഹം പകർന്നു കൊടുക്കുന്ന പരിപൂർണ മനുഷ്യരാകണം. വിദ്യാർത്ഥികൾ അവരുടെ കുട്ടികളാണ്. ആ കുട്ടികൾക്ക് സ്നേഹം പകർന്നു കൊടുത്ത് അവൻ്റെ മനസ്സിനെ വിശാലമാക്കുമ്പോഴാണ് ആ വിദ്യാർത്ഥികളുടെ പൂർണ്ണത പുറത്തേക്ക് വരിക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എഡ്യൂക്കേറ്റർ മസ്റ്റ് ബി എഡ്യൂക്കേറ്റഡ് എന്ന വാചകം ലോകത്തിൽ പ്രയോഗിച്ച ആളുടെ പേരാണ് കാറൽ മാർക്സ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും ആദ്യം വേണ്ടത് എഡ്യൂക്കേറ്റർ മസ്റ്റ് ബി എഡ്യൂക്കേറ്റഡ് എന്നാണ്. ആ എഡ്യൂക്കേറ്റർ മസ്റ്റ് ബി എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു വീക്ഷണത്തിൻ്റെ, ലോകത്തോളം വലിപ്പമുള്ള വീക്ഷണത്തിൻ്റെ വക്താക്കളാകണം അധ്യാപകന്മാർ. ഇന്നത്തെ സുരക്ഷിതത്വമില്ലാത്ത സമൂഹത്തിൽ, വിഭാഗീയത ദർശനങ്ങൾ ആധികരിക്കുന്ന സമൂഹത്തിൽ, മതവും ജാതിയും നിറവും പറഞ്ഞുകൊണ്ടുള്ള ആധിപത്യം സ്ഥാപിക്കുന്ന സമൂഹത്തിൽ അധ്യാപകന്മാരുടെ ജീവിതവും സുരക്ഷിതത്വത്തിലൂടെയല്ല നീങ്ങുന്നതും അവരും വിഭാഗീയ ചിന്തകൾക്ക് അടിമപ്പെടുന്നു. അപ്പോൾ ഒരു വിദ്യാർത്ഥി പ്രകോപനകരമായ രീതിയിൽ സംസാരിച്ചാൽ അതിൻ്റെ പിന്നിൽ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കാരണങ്ങളുണ്ട്. ആ വിദ്യാർത്ഥി സംസാരിക്കുന്നത് ഒരു വീഡിയോയിൽ പകർത്തിക്കൊണ്ട് അതിനെ പ്രചരിപ്പിച്ചാൽ അതെന്തൊരു തരം വൈകൃതമാണത്. ആ വിദ്യാർത്ഥി വളർന്നു വരുന്ന ഭാവിയിലെ ഉത്തരവാദിത്തമുള്ള ഉണ്ടാകേണ്ട രാഷ്ട്രപൗരനാണ്. ആ പ്രവൃത്തി ചെയ്തത് എന്തായാലും ഹീനമായൊരു പ്രവൃത്തിയാണ്. പക്ഷെ നമ്മളൊന്ന് ഓർക്കണം, ഇന്നത്തെ വിദ്യാർത്ഥികളും ഇന്നത്തെ യുവാക്കളും യുവതികളും എല്ലാം സമൂഹത്തെ നിരീക്ഷിക്കുന്നുണ്ട്, സമൂഹത്തെ മനസ്സിലാക്കുന്നുമുണ്ട്. യുവാക്കളും വിദ്യാർത്ഥികളും സമൂഹത്തിനെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ യുവാക്കളെ മനസ്സിലാക്കുന്നില്ല. നിർഭാഗ്യവശാൽ ഇന്നത്തെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക നായകന്മാരൊക്കെ അത്തരത്തിൽപ്പെടുന്നവരാണ്. യുവാക്കളെ സമഗ്രമായി പഠിക്കാത്തവരാണ്. എന്നാൽ യുവാക്കളും വിദ്യാർത്ഥിനികളും സമൂഹത്തിനെ നിരീക്ഷിക്കുന്നുണ്ട്, അതിനെ അവരുടേതായ രീതിയിൽ അപഗ്രഥിക്കുന്നുമുണ്ട്. കാരണം അവരുടെ സർഗാത്മകത, യുവത്വത്തിൻ്റെ അണയാത്ത തീജ്വാല അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യുവാക്കളെയും വിദ്യാർത്ഥിനികളെയും മനസ്സിലാക്കണം. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുക, സാഹോദര്യബോധം കൊണ്ട് കീഴ്പ്പെടുത്തുക. അതിലൂടെയാണ് സമ്പൂർണ്ണ മനുഷ്യനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുക. കലാലയങ്ങളിൽ അവർ പഠിക്കേണ്ട വിഷയങ്ങൾ മുഴുവൻ പഠിക്കുന്നുണ്ട്, പലതരം വിഷയങ്ങളിലും സർവകലാശാലകളിൽ. പക്ഷെ എങ്ങനെ ഒരു മനുഷ്യനാകണമെന്ന് ഒരു സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്നില്ല. അതാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വികലമായിട്ടുള്ളൊരു വശം. എങ്ങനെ മനുഷ്യനാകും? എഞ്ചിനീയറോ ഡോക്ടറോ മറ്റുള്ള വലിയ ഹൈ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ. മാനവികത, മനുഷ്യത്വം, സ്നേഹം, സാഹോദര്യം ഇതെങ്ങനെ ജീവിതത്തിൽ പകർത്തണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ പണമുണ്ടാക്കുന്നതിനുള്ള, ലാഭമുണ്ടാക്കുന്നതിനുള്ള ഒരു കച്ചവട സംസ്കാരത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഹീനമായ ചിന്തകൾ ആ ക്യാമ്പസുകളിലും ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ മാറ്റിയിട്ട് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ യുവത്വത്തിൻ്റെ
അണയാത്ത പ്രവാഹമാണെന്ന് മനസ്സിലാക്കി സർഗാത്മകതയുടെ അഭംഗുരമായിട്ടുള്ള സർഗസിദ്ധിയുടെ അനുസ്യൂതമായ പ്രവാഹമാണെന്ന് മനസ്സിലാക്കി രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി അവരെ വളർത്താൻ രാഷ്ട്രീയ ബോധം അവർക്കുണ്ടാകണം. രാഷ്ട്രീയ ബോധം എന്ന് പറഞ്ഞാൽ പാർട്ടി പൊളിറ്റിക്സ് അല്ല, രാഷ്ട്രബോധം, ഉത്തരവാദിത്ത ബോധം, അവകാശബോധം. ഇതൊക്കെ ഒരു വിദ്യാർത്ഥിക്ക് നൽകുമ്പോഴാണ് അവൻ്റെ മനുഷ്യൻ അവനിൻ്റെ ഉള്ളിൽ വളർന്നു വരിക. അങ്ങനെ ഉത്തരവാദിത്ത ബോധവും സ്വാതന്ത്ര്യബോധവും അവകാശബോധവും ഉണ്ടായിക്കഴിയുമ്പോൾ ഒരിക്കലും ഒരു വിദ്യാർത്ഥി ദോഷകരമായ രീതിയിൽ പെരുമാറുകയില്ല. അധ്യാപക വിദ്യാർത്ഥി ബന്ധം വളരെ ഊഷ്മളമാകും, വളരെ ദൃഢമാകും. ആ രാഷ്ട്രചിന്തകൾ, സാമൂഹിക ചിന്തകൾ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത്. അതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു മാർഗം. വിദ്യാർത്ഥികളുടെ സക്രിയമായിട്ടുള്ള ബോധത്തിനെ വളർത്തുക. അവൻ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്താണ്. ആ യുവത്വം അണയാത്ത ജ്വാലയായിട്ട് അത് ജ്വലിച്ചു നിൽക്കട്ടെ. അതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്.